വടകര NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ദിലീപ് വടകര RDO അജീഷ് കെക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. BJP നേതാക്കളായ പ്രിയങ്ക CP, അഭിജിത്ത്, VC ബിനീഷ്, വിജയ് ബാബു, KP ജയകുമാർ, ജയേഷ് എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. കാരണം പാർട്ടി പ്രവർത്തകന്മാർ മുഴുവൻ ആവേശത്തിലാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ പ്രദേശത്തും നമ്മുടെ കേരളത്തിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിൻ്റെ നേതൃത്വത്തിൽ വികസിത കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അതിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വടകരയുടെ വികസന മുരടിപ്പാണ് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നത്. ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഈ മാലിന്യ സംസ്കരണങ്ങൾ, അതേപോലെ ട്രാഫിക്, കുടിവെള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തി വികസിത ഭാരതത്തിനോടൊപ്പം വികസിത കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു പ്രീണന രാഷ്ട്രീയമാണ്, അത് മാത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വികസനം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ്. കാരണം എല്ലാവർക്കും രണ്ട് മുന്നണികളും തുല്യരാണെന്നുള്ള ബോധ്യം വന്നു. ഒരു പ്രാവശ്യം ഒരു മുന്നണി ഭരിക്കും, പിന്നെ മറ്റേ മുന്നണി ഭരിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളെ കൊണ്ടും കേരളം രക്ഷപ്പെടില്ല എന്നുള്ള ഒരു തോന്നൽ മലയാളികളുടെ മനസ്സിലുണ്ട്. അത് ഈ പ്രാവശ്യം NDAക്ക് അനുകൂലമായിട്ട് BJPക്ക് അനുകൂലമായിട്ട് വോട്ടായിട്ട് മാറും. ന്യൂസ് ബ്യൂറോ മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.